അദ്വൈത ദീപിക പോലുള്ള ഇത്രയും ഗഹനമായ ഗ്രന്ഥങ്ങൾ ക്ലാസ് എടുത്ത് സമൂഹത്തെ ആധ്യാത്മികമായി ഉണർത്തുന്ന സ്വാമിജിയെ പോലുള്ള സന്യാസി ശ്രേഷ്ഠന്മാർ അതൊരു പൊക്കലാണല്ലോ. അതിൽ എന്തോ ഒരു താത്തൽ വരുന്നുണ്ടാവും. പൊക്കിയാൽ ഉറപ്പാ താത്തുന്നു. നോക്കട്ടെ. ആധ്യാത്മികമായി ഉയർത്തുന്ന സ്വാമിജിയെ പോലുള്ള സന്യാസി ശ്രേഷ്ഠന്മാർ കഴിഞ്ഞ ഒക്ടോബർ മാസം കേരളത്തിലാകമാനം ധർമ്മ സന്ദേശ യാത്ര വളരെ വിജയകരമായി നടത്തിയല്ലോ. വളരെ വിജയകരമായി നടത്തിയിട്ടൊന്നുമില്ല, ധർമ്മ സന്ദേശ യാത്ര നടത്തി. അത് എത്രമാത്രം വിജയമായി എന്നുള്ളത് അതിൻ്റെ ഫലത്തിലൂടെ മനസ്സിലാക്കേണ്ടതാണ്. ഞാനൊരു ചെടി കുഴിച്ചിട്ട് അത് നന്നായി എന്ന് പറയണമെങ്കിൽ അതിൻ്റെ പൂവോ കായോ പഴോ എന്തെങ്കിലും ഒന്നും ഉണ്ടാവണം. ഇല്ലെങ്കിൽ ചുരുങ്ങിയത് ചെടിയെങ്കിലും ഒന്ന് വലുതാവണം. കായുമില്ല, പഴവുമില്ല, പൂവില്ല, എന്നാലും അതിനെക്കൊണ്ട് കുഴപ്പമൊന്നുമില്ല. കാരണം അതൊന്ന് ഇല വലുതായാൽ തന്നെ ഓക്സിജൻ കിട്ടിക്കോളും ചുറ്റുപാടും. ഇതിപ്പോൾ അതിനൊന്നും ആയിട്ടില്ലല്ലോ. അതിൻ്റെ ഫോളോ അപ്പ് എന്താണെന്ന് നോക്കാം. അതിൽ നിന്ന് എത്രമാത്രം സമൂഹം എന്തെങ്കിലും ഒരു തത്വം ഉൾക്കൊണ്ടോ നോക്കാം. എന്നാൽ അത് വിജയമായി പറയാം. ഇല്ലെങ്കിൽ കുറേ പേരുടെ ഊർജം നഷ്ടമാക്കി. എത്ര ഊർജ നഷ്ടമാക്കിയെന്നറിയോ? വയ്യാതായി അത് കഴിഞ്ഞപ്പോഴത്തേക്ക്. അതെ, എങ്കിലും ഒരു യാത്ര പദ്ധതി ഇടുമ്പോൾ ലക്ഷ്യം വെച്ച നിലയ്ക്ക് നോക്കിയാൽ നന്നായി എന്നാണ് അഭിപ്രായം. നമ്മൾ കണക്കാക്കിയ ഫലം ഉണ്ടായിട്ടുണ്ട്. ബാക്കി കാലം കൊണ്ട് തെളിയിക്കേണ്ടതാണ്. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ ഇങ്ങനെയൊരു യാത്ര നടത്തിയതിൽ പ്രത്യേക ഉദ്ദേശ്യമുണ്ടോ? കൊള്ളങ്കോട്ട് അയ്യപ്പ ക്ഷേത്രത്തിൽ ഒത്തുകൂടിയപ്പോൾ ഒരാൾ സംശയം ചോദിക്കുന്നത്, എന്താ കൊള്ളങ്കോട്ട് അയ്യപ്പ ക്ഷേത്രത്തിൽ അദ്വൈത ദീപിക എടുത്തതെന്ന് ചോദിച്ചാൽ എന്താ ചെയ്യുക? മനസ്സിലായില്ല പറഞ്ഞതിന് മറുപടി? ഒരാളിവിടെ വന്ന് ചോദിക്കുക, സ്വാമി എന്താ കൊള്ളങ്കോട്ട് അയ്യപ്പ ക്ഷേത്രത്തിൽ അദ്വൈത ദീപിക എടുക്കുന്നത്? എടാ നീ വിളിക്ക്, അവിടെ എടുക്ക്, ഞാൻ എടുത്തുതരാം. ഇവിടുത്തെ സംഘാടകർ വിളിച്ചു, അവർ സെലക്ട് ചെയ്ത പുസ്തകം അദ്വൈത ദീപിക, അതുകൊണ്ട് അതിവിടെ എടുക്കണു. അല്ലാണ്ട് നമുക്കെന്താ? ഇതേപോലെ കേരളത്തിലാണ് ഈ ഒരു ചർച്ച വന്നത്. കേരളത്തിലെ മാർഗദർശക് മണ്ഡലത്തിൻ്റെ സന്യാസിമാരാണ് ഈ ചർച്ച ചെയ്തത്, അവരാണ് തീരുമാനിച്ചത്. അതുകൊണ്ട് കേരളത്തിൽ നടത്തി. ഇനി മറ്റ് സംസ്ഥാനങ്ങളിൽ ഇതിൽ പ്രേരണ ഉൾക്കൊണ്ട് നടത്തുമോ? നടക്കട്ടെ, നല്ലതാണ്. നമ്മൾക്ക് കേരളത്തിലല്ലേ ചെയ്യാൻ പറ്റൂ. മാർഗദർശക് മണ്ഡൽ കേരളം പോയിട്ട് തമിഴ്നാട്ടിൽ ചെയ്താൽ അങ്ങനെ ഉണ്ടാവും? അതൊരു സുഖല്യ. തമിഴ്നാട്ടിൽ ചെയ്യാം, അവിടുത്തെ മാർഗദർശക് മണ്ഡൽ മുഖേന അവിടെ ചെയ്യിപ്പിക്കാം. കേരളത്തിലാണ് ഈ ആലോചന വന്നത്, അതുകൊണ്ട് കേരളത്തിൽ ചെയ്തു. അതിന് പ്രത്യേക ഉദ്ദേശ്യം ഉണ്ടോയെന്ന് ചോദിച്ചാൽ അതിൽ എന്തൊക്കെയാണ് ഉദ്ദേശ്യം ലക്ഷ്യം എന്നൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഹിന്ദു വിശ്വാസ് ചാനലിൽ പോയാൽ കേൾക്കാം, കാണാം. അതുകൊണ്ട് നമ്മളൊരു ലക്ഷ്യം വയ്ക്കുക. ഒരു കേരളത്തിലുള്ള എല്ലാ സന്യാസാശ്രമങ്ങളും ഒറ്റക്കെട്ടായി ഒരു മനസ്സായി ധർമ്മ സന്ദേശ യാത്ര നടത്തി. ഇനി അതിനെ വിജയിപ്പിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. നമ്മൾ നമ്മുടെ കൂട്ടുകാരിലേക്ക് പരമാവധി ആ പ്രസംഗങ്ങൾ എത്തിക്കുക. 28 പ്രസംഗവും അതിലുണ്ട്, ഹിന്ദു വിശ്വാസ് ചാനലിലുണ്ട്. നമുക്ക് പരമാവധി ഷെയർ ചെയ്യുക, പരമാവധി ആൾക്കാരിലേക്ക്. അപ്പം നമുക്ക് ഒരു കൊല്ലം കൊണ്ട് ഒരു ലക്ഷ്യം വെച്ചാൽ ഒരു 3, 4, 5 ലക്ഷം ആൾക്കാരിലേക്ക് അത് എത്തിക്കാൻ പറ്റും. ജനാധിപത്യപരമായ രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സംവിധാനത്തിൽ നിങ്ങൾ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവരോ ആയിക്കോളൂ, നിങ്ങൾ BJPയോ കോൺഗ്രസോ മാർക്സിസ്റ്റോ CPIയോ എന്ത് വേണമെങ്കിൽ ആയിക്കോളൂ, ഒരു വിരോധവും ഇല്ല. പക്ഷേ ഹിന്ദു എന്നുള്ളതിൽ ഒന്നായിരിക്കുക. ഹിന്ദുവിനെ അപമാനിക്കുന്ന പരിപാടികൾ തുടരരുത്. ഹിന്ദുധർമ്മത്തിന് അനുഗുണമായതേ വരാകൂ എല്ലാ നിലയ്ക്കും എന്നുള്ള ചിന്താഗതി വളർത്തുക. അതാണ് വേണ്ടത്. അതാണ് അതിൻ്റെ ആകത്തുക. കച്ചവടത്തിൽ, കൃഷിയിൽ, വ്യവസായത്തിൽ, എല്ലാ മേഖലകളിലും ഉയരാനുള്ള പ്രേരണ ഏറ്റെടുക്കുക. സാമ്പത്തികമായിട്ട് ഉയരാനുള്ള, ശക്തിയിൽ ഉയരാനുള്ള. ശരി, ഏതായാലും ആ സന്ദേശം ഇനി വ്യാപിപ്പിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണെന്ന് മാത്രം പറയട്ടെ. വളരെ വളരെ സന്തോഷം.